ആ നീ ആ പണം ഇങ്ങതാ, ഞാൻ അകത്തെ ലോക്കറിൽ കൊണ്ട് വച്ചേക്കാം. അതില് 50 ലക്ഷം കറക്റ്റ് ആയിട്ടുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേട്ടാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ അനിയന്റെ അടുത്ത് എനിക്ക് നല്ല വിശ്വാസമാണ്. ഇതിലെന്തോ ഒരു പെശക് ഞാൻ കാണുന്നുണ്ടല്ലോ. അതാണ് എന്റെ സംശയം ഇളയമ്മേ. ഞങ്ങള് വാങ്ങിയ ഫാക്ടറിയില് നീയും നിന്റെ ഭാര്യയും ജോലി ചെയ്ത് മറ്റുള്ള ജോലിക്കാരിൽ നിന്ന് സിമ്പതി പിടിച്ചുപറ്റെന്ന് കരുതി കാണും. എല്ലാരെക്കാളും മിടുക്കനാണെന്ന് തെളിയിക്കണമായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ടാവും സ്വത്ത് മുഴുവനും ഞങ്ങളുടെ പേരിലാക്കിയത്. എന്താ ചേട്ടാ ഇത് റെഡിയാകാൻ നിൽക്കുന്നേ? ഫാക്ടറി സമയമല്ലോ. ഇന്ന് ഞാനും ലീവ് എടുത്തിരിക്കുക ചേട്ടാ. അനുവിനെ നോക്കാൻ വേണ്ടി ചേച്ചിയും ലീവ് എടുത്തിരിക്കുവല്ലേ. ചേച്ചിയെ സഹായിക്കാൻ ഞാനും നിൽക്കാം. പെട്ടെന്ന് റെഡിയാവും ചേട്ടാ. 9 മണി കഴിഞ്ഞാൽ പിന്നെ ഗേറ്റ് പൂട്ടും. ഇന്നു മുതൽ ഞാൻ ഫാക്ടറിയിലേക്ക് വരുന്നില്ല. അവിടുത്തെ ജോലി ഞാൻ ഉപേക്ഷിക്കുകയാണ്. വളരെ നല്ല തീരുമാനം ഏട്ടൻ എടുത്തിരിക്കുന്നത്. ഞാനും അത് ഏട്ടനോട് പറയാനിരുന്നതാ. ഞാനും ജോലി വേണ്ടെന്ന് വെക്കുക, മറ്റെവിടെയെങ്കിലും ഒരു ജോലി നോക്കണം. ചേട്ടൻ ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാനും പത്മയും കൂടെ അങ്ങ് ജോലി വേണ്ട നോക്കും. വേറെ ജോലി നോക്കിയോളാം. വേണ്ട രവി, ഇപ്പൊ തന്നെ നീ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ സ്വർണം വരെ പണയം വെക്കേണ്ട അവസ്ഥ വന്നിരിക്കുക. ഇനിയും ഞാൻ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നില്ല. ഇതിലെന്ത് കഷ്ടപ്പാടാണുള്ളത്? അടുത്തടുത്ത വീട്ടിൽ താമസിക്കുന്നവരല്ലേ. ഒരാവശ്യം വന്നാ പരസ്പരം സഹായിക്കണ്ടേ? കൈ നീട്ടി ചോദിച്ചാലും സ്വന്തക്കാര് പോലും തരുന്നില്ല. ചോദിക്കാതെ തന്നെ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ തന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇനിയും നിങ്ങളെ ബുദ്ധിമുട്ടേണ്ട പത്മ. അങ്ങനെയുള്ളവരോട് ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല ചേച്ചി. നമ്മൾ എന്തിനാ ഇവിടെ വന്നത് സാർ? ഒരു രാഷ്ട്രീയ നേതാവ് എപ്പോ എവിടെ എന്തിനു പോകുന്നെന്ന് അവന് പോലും അറിയില്ല പിയെ. കൂടെ നടക്കുന്നവര് ഫോളോ ചെയ്യണം, അത്ര തന്നെ. എടോ ഗൺമാനെ, അകത്തിപ്പോ ഗണ്ണുകൊണ്ടുള്ള ജോലിയൊന്നുമില്ല. അതുകൊണ്ട് നീ പുറത്തു നിൽക്ക്, ഞങ്ങൾ പോയിട്ട് വരാം. പിയെ, ഫോളോ മീ. ഹലോ 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 ഹലോ, നമസ്കാരം നമസ്കാരം. ഇലക്ഷന് മുൻപ് വരേണ്ട രാഷ്ട്രീയ നേതാവ് ഇടയ്ക്ക് വന്നയുടൻ വോട്ടറിനെ കണ്ട് ഷോക്കായതുപോലെ താനെന്തിനാണോ ഷോക്കാവുന്നത്? എന്തിനാ ഇവിടെ വന്നത്? ഇലക്ഷന് മുൻപ് കൊടുത്ത വാഗ്ദാനങ്ങളെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിർത്തി ചോദ്യം ചെയ്യുന്നത് പോലെ ചോദിക്കുകയാണല്ലോ അനിയ. വലിയ ആൾക്കാരൊക്കെ വെറുതെ എവിടെയും വരില്ലെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ടനിയ. എന്നെപ്പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും വെറുതെ എങ്ങോട്ടും വരില്ല. വന്ന കാര്യം എന്താണെന്ന് പറയൂ. നിന്റെ സ്വത്ത് മുഴുവനും
നിന്റെ ചേട്ടനും അനിയനും എഴുതി കൊടുത്തതായി ഞാൻ കേട്ടല്ലോ. കൊട്ടാരം വിട്ട് ഇപ്പൊ ഈ കുടിലിലേക്ക് വന്നിരിക്കുകയാണ്. അവർ വാങ്ങിച്ച ഫാക്ടറിയിൽ ജോലിയും ചെയ്യുന്നു. എല്ലാം നല്ലത് തന്നെ. എന്താ അവർക്ക് നന്ദിയില്ലാത്തത്? പാവം. ഇന്നലെ നിന്റെ മോൾക്ക് ആരായിരുന്നു? ഈ കുട്ടിയല്ലേ? നല്ല സുന്ദരി മോളെ പോലെയുണ്ട്. എന്തോ ഹെൽത്ത് ഇഷ്യൂ വന്ന സമയത്ത് 20 ലക്ഷം രൂപ വേണ്ടി വരുമെന്ന് പറഞ്ഞല്ലോ. അല്പം പോലും മനസാക്ഷിയില്ലാത്തവര്. അവരുടെ മനുഷ്യത്വമൊക്കെ നശിച്ചുപോയി. ജീവിച്ചിരിക്കുന്ന ശവങ്ങളാ. നിങ്ങൾ കാര്യത്തിലേക്ക് വരും. ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പുതിയ MLA പോലെ താനെന്തിനാ ഇത്ര ധൃതി പിടിക്കുന്നേ? പറയാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ ചേട്ടനും അനിയനും വൃത്തികെട്ടവന്മാരാണെങ്കിലും ഇപ്പൊ അവരെന്റെ പാർട്ട്നേഴ്സാ. ഞാൻ ചെയ്യുന്ന ബിസിനസ്സില് അവരെയും കൂടി ചേർക്കാൻ തീരുമാനിച്ചിരിക്കുക. കാരണം എന്താണെന്ന് തനിക്കറിയാമോ? അവരോടുള്ള സ്നേഹവും ബഹുമാനവും ഒന്നുമല്ല, നിന്നോടുള്ള പക കൊണ്ടാ. നിന്നോട് എനിക്കെന്താ പകയെന്നാണോ ആലോചിക്കുന്നത്? ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇലക്ഷനൊക്കെ മുമ്പ്, നീ ഒരു കോളേജ് സ്റ്റുഡന്റിനെ അടിച്ചു. ഓർമ്മയുണ്ടോ? നടു റോഡിൽ വെച്ച ആ പയ്യൻ ഏതോ പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറി. അത് കണ്ട നീ അവിടെ വെച്ച് തന്നെ അവനെ തല്ലി. ഇപ്പോ ഓർക്കുന്നുണ്ടോ? സ്ത്രീകളെ ഉപദ്രവിക്കുന്നോടാ. നിന്നെയൊക്കെ കൊല്ലാണ് വേണ്ടത്. അവൻ ആരാണെന്നറിയാമോ? ഞാൻ ഓമനിച്ചു വളർത്തിയ എന്റെ മകൻ. നീ അടിച്ചത് അവന് ഹേർട്ടായി. എന്നോട് പ്രതികാരം ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ മണ്ഡലത്തിലുള്ള ആൾക്കാർ ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിലും സാരമില്ല. പക്ഷേ സ്വന്തം മകൻ ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാനൊരു MLA ആയിരുന്നിട്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് ഞാനൊരു വിചിത്രമായ പ്ലാൻ ഇട്ടു. അതിന്റെ ഒരു ഭാഗമാണ് നിന്റെ ചേട്ടനെയും അനിയനെയും കയറുകെട്ടി എന്റെ ഭാഗത്തേക്ക് വലിച്ചത്. പാർട്ട്ണർഷിപ്പ് എന്ന പേരിൽ നീ അവർക്ക് കൊടുത്ത മുഴുവൻ സ്വത്തും എന്റെ കൈവശമാക്കാൻ പോവാ. നീ ഈ കുടിലേക്ക് വന്നതുപോലെ അവന്മാരെയും ഫുട്പാത്തിലേക്ക് ഞാൻ കൊണ്ടുവരും. നോക്കിക്കോ. നിന്റെ ബ്രദേഴ്സിനെ ഞാൻ ബഗേഴ്സാക്കി മാറ്റാൻ പോവുക. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? ഈ കാര്യം നീ അവരെ അറിയിക്കാൻ പോവാണോ? നീ എന്തു പറഞ്ഞാലും അവര് വിശ്വസിക്കില്ലല്ലോ. കാരണം നിന്നേക്കാൾ കൂടുതൽ അവരിപ്പോ വിശ്വസിക്കുന്നത് എന്നെയാ. നീ എന്റെ മകന്റെ ചെകിട താടിച്ചത് ഞാൻ നിന്റെ ചേട്ടന്റെയും അനിയന്റെയും വയറ്റില് അല്ലല്ലല്ലല്ല, ജീവിതമാണ് അടിച്ചില്ലാതാക്കാൻ പോകുന്നത്. സാർ, എന്താ ഇപ്പൊ ഇവിടെ നടന്നത്? ഇദ്ദേഹം സാറിനെ അടിച്ചതാ സാർ. നീ എന്നെ അടിച്ചോ? എന്നെ അടിക്കാറായോ? അടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നിന്റെ മകൻ തെറ്റ് ചെയ്തു, അടിക്കേണ്ടി വന്നു. ഇപ്പൊ നീയും തെറ്റ് ചെയ്തു, അതുകൊണ്ട് നിനക്ക് ഒരെണ്ണം തരേണ്ടി വന്നു.
എന്നെ അടിച്ച നീ വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങ് കൊന്നേക്കാം. ആരെ? നിന്നെ തന്നെ. ഞാനൊരു MLA ടാ. എന്റെ കുടുംബത്തിൽ കയറി കളിച്ച ആ ദൈവമാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല. PA, നമുക്കിവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ? ഒരു ജോലിയില്ല സർ. എന്നാ പിന്നെ പോകാം. മോളെ, ആരോഗ്യമൊക്കെ നന്നായി സൂക്ഷിക്കണം കേട്ടോ. മോള് വലിയ ആളാവുമ്പോ എനിക്ക് തന്നെ വോട്ട് ചെയ്യണം കേട്ടോ. ടാറ്റാ, ബൈ. എന്താണോ ഇങ്ങനെ വാ തുറന്ന് നിൽക്കുന്നേ? വാ. സാർ, അയാൾ സാറിന്റെ ചെവിടത്തടിച്ച കാര്യം ഞാൻ മീഡിയ അറിയിക്കട്ടെ? എന്റെ അഭിമാനം നഷ്ടപ്പെടും. അപ്പൊ പോലീസിനെ അറിയിക്കട്ടെ? ഞാൻ അപമാനിതനാവും. അപ്പൊ റൗഡികളോട് പറയട്ടെ? എന്നെയും എന്റെ മകനെയും അടിച്ചവൻ റൗഡികളെ അടിക്കില്ലേ? അയ്യോ, ആരാ സാറിനെ അടിച്ചത്? പറയ് സാർ, അവനെ ഷൂട്ട് ചെയ്യാം. വീടിനകത്ത് വെച്ച് നടന്ന കാര്യം നാട്ടുകാരെ വിളിച്ച് അറിയിക്കാറാ. നീ നിന്റെ ഒരു ഗണ്ണും പോടാ. പോയി കാറിലിരിക്കേ. ശരി സാർ. അപ്പോ അയാളോട് എങ്ങനെ പ്രതികാരം ചെയ്യും? അയാൾ വെറുതെ വിടുകയാണോ? ഇവിടെ വരെ കഷ്ടപ്പെട്ടു വന്ന ഞാൻ അവനെ എങ്ങനെയാടാ വെറുതെ വിടുന്നത്? അവന്റെ വീക്ക്നെസ് ആ 2 സഹോദരന്മാരാ. അവരെ അടിച്ചാൽ ഇവന് വേദനിക്കും. ഇവിടെ വെച്ച് ഞാൻ അടി വാങ്ങിച്ചു. ഇനി അവിടെ പോയി ഞാൻ കൊടുക്കാൻ പോവാ. അവന്റെ ചേട്ടനെയും അനിയനെയും ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പറഞ്ഞയക്കും. അപ്പോ ഇവനും മനസ്സിലാകും ഞാൻ ആരാണെന്ന്. അവിടെ പോവാം. ഏട്ടാ, എന്താകി? ഫാക്ടറി പോവാൻ സമയമായി ഏട്ടാ. ഇറങ്ങിയാലോ? ഇതാ ഒരു 2 മിനിറ്റ് വന്നേക്കാമേ. ഏട്ടാ, ഇറങ്ങുമ്പോ ഇന്നലെ രാത്രി ഞാൻ തന്നെ 50 lakhs കൂടെ എടുക്കാൻ മറക്കരുത്. ആ, കൊണ്ടുവരാം. എന്തു പറ്റിയേട്ടാ? ക്യാഷ് ഏട്ടൻ എവിടെ എടുത്തു വെച്ചേ? അഖിൽ തന്ന ബ്രീഫ് കേസ് അതുപോലെ തന്നെ ഞാൻ ബ്യൂറോക്കകത്ത് ലോക്ക് ചെയ്ത് വെക്കുകയായിരുന്നു. പിന്നെ കാശ് ഇപ്പൊ എവിടെ പോയി? ബ്രീഫ് കേസിന്റെ കീ എന്റെ ഉണ്ട്. പിന്നെ ഇത് ആരാ ഓപ്പൺ ചെയ്തത്? ക്യാഷ് ഇത് ആരാ എടുത്തേ? 1-2 രൂപയല്ല ഏട്ടാ, 50 ലക്ഷമാണ്. അത് എവിടെ പോയി ഏട്ടാ? അതാ എനിക്കൊന്നും മനസ്സിലാവാത്ത ഭാവനെ. അഖിൽ, കാർത്തിക, ഫാക്ടറിയിലേക്ക് പോകാം. 2 minutes ആന്റി.
ഏട്ടൻ ക്യാഷ് എടുക്കാൻ വേണ്ടി പോയിരിക്കാം. വന്ന ഉടനെ ഇറങ്ങാം. ഈ ചിരിയുടെ അർത്ഥം എന്താ? എന്തായിരിക്കും ഇവരുടെ പ്ലാനിങ്? ഇതുകൊണ്ടാ ഇന്നലെ രാത്രി അഖില ഏട്ടന്റെ കയ്യിൽ കാശ് തന്നപ്പോ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് എന്റെ വാക്ക് കേട്ടോ? ഇപ്പൊ അതാണോ പ്രധാനം? ഇത്രയും കാശ് ഇതെവിടെ പോയി? ആരെടുക്കാനായിട്ടാ? അഖിലിനോട് എന്ത് മറുപടി പറയാ? കാശ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അഖിൽ എന്തായാലും വിശ്വസിക്കില്ല. കാർത്തിക അവളുടെ അമ്മയും ഉറപ്പായി ഏട്ടനെ കുറ്റപ്പെടുത്തും. ഏട്ടൻ കാശ് എടുത്തിട്ട് കള്ളം പറയാണെന്ന് പറയും. പിന്നെ 50 ലക്ഷം അല്ലേടി? അഖില് പിന്നെ എന്നെയല്ലേ സംശയിക്കുള്ളൂ? ഏട്ടാ ഒന്ന് പെട്ടെന്ന് വാ, സമയമാവുന്നു. ഇപ്പൊ എന്ത് ചെയ്യും ഭാവനെ? എന്താ ഏട്ടാ വീണ്ടും എന്തിനാ ഇങ്ങനെ യൂണിഫോം ഇട്ടിരിക്കുന്നെ? ഞാൻ വീണ്ടും ഫാക്ടറിയിലേക്ക് പോവുകയാണ് വസുന്ധര. പോകുന്നില്ലെന്ന് തീരുമാനിച്ചതല്ലേ? ഇപ്പൊ പോകേണ്ട അവസ്ഥ വന്നു. ഈ സിറ്റിയിൽ വേറെ ഏതെല്ലാം ഫാക്ടറികളുണ്ട്. വേറെ ഓഫീസ് ജോലി വരെ കിട്ടും. പക്ഷെ ഞാൻ ആ ഫാക്ടറിയിൽ തന്നെ ജോലി ചെയ്യണം. എന്തിനാ ഏട്ടാ? എന്റെ ഏട്ടന് വേണ്ടി, അഖിലിനു വേണ്ടി. എന്റെ അടുത്തുള്ള ദേഷ്യം വെച്ച് ആ MLA എന്റെ ഏട്ടനെ അഖിലിനെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ? അയാൾ എനിക്ക് തടഞ്ഞേ പറ്റൂ. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പോലും അതിനിപ്പോ എന്ത് സംഭവിച്ചു എന്നാ? ഇന്നലെ സംഭവിച്ചതൊക്കെ ഉറക്കത്തിൽ ഏട്ടൻ മറന്നുപോയോ? അവർക്ക് ഏട്ടന് കോടിക്കണക്കിന് വസ്തുക്കളാ കൊടുത്തത്. പക്ഷെ അവർ ഏട്ടന് 20 ലക്ഷം രൂപ പോലും ചോദിച്ചിട്ട് തന്നില്ല. ഹെൽപ്പ് ചെയ്തിട്ട് താങ്ക്സ് ചോദിക്കുന്നതും ദാനം കൊടുത്തിട്ട് അത് തിരികെ വാങ്ങുന്നതും തെറ്റാണ് വസുന്ധര. ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴല്ലേ നമ്മൾ സഹായിക്കേണ്ടത്? സഹായവും ചെയ്തില്ല, നമ്മൾ അപമാനിക്കുകയും ചെയ്തത്. ഒരു കൊച്ചു കുട്ടിയാണെന്ന് പോലും നോക്കാതെ ദുഷ്ടന്മാരെ പോലെ നമ്മളോട് പെരുമാറിയ അങ്ങനെയുള്ളവർക്ക് വേണ്ടി വീണ്ടും ഏട്ടൻ വക്കാലത്ത് പറയാണോ? ആരോ ദൈവത്തെ പോലെ വന്ന് സഹായം ചെയ്തതുകൊണ്ടാ അനുവിനൊരു ആപത്തും വരാതിരുന്നത്. അല്ലായിരുന്നെങ്കിലോ? ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. വീണ്ടും ആ ഫാക്ടറിയിലേക്ക് ഏട്ടൻ പോകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ സമ്മതിക്കുകയില്ല. ഈ ഒറ്റ കാര്യത്തില് ഞാൻ ഏട്ടനോട് യോജിക്കുന്നില്ല. സോറി വസുന്ധര, ഞാൻ എപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു. താൻ തടഞ്ഞാലും ഞാൻ അനുസരിക്കില്ല. ചേച്ചി പറയുന്നതിലും കാര്യമില്ല ചേട്ടാ. പുറത്തുള്ള ഞങ്ങൾക്ക് തന്നെ ഇവിടെ ബുദ്ധിമുട്ടാണ്. ആ പറഞ്ഞത് ശരിയാണ് ചേട്ടാ. നിങ്ങളോട് ഒരു തരി പോലും സ്നേഹമില്ലാത്തവരോട് നിങ്ങൾ ഇത്രയും കരുണ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അവരുടെ കൂടെ ഉണ്ടാവേണ്ടത് എന്റെ ആവശ്യമാണ്. അതെന്റെ കടമയാണ്. ഏട്ടനും അഖിലും വിഷമിച്ചു കഴിഞ്ഞാൽ അത് അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് വിഷമാവും. ഞാൻ ജീവനോടെ ഇരിക്കുന്നത് വരെ അവരൊരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. എനിക്ക് ജന്മം നൽകിയവർ ഇപ്പൊ എന്റെ കൂടെ ഇല്ല വസുന്ധര. എന്നെ വളർത്തിയവരാണ് എന്റെ പാരൻസ്. എന്റെ കൂടെ കളിച്ചു വളർന്നവരാണ് എന്റെ സഹോദരങ്ങൾ. അവർക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ദയവ് ചെയ്ത് താൻ എന്നെ ഒന്ന് മനസ്സിലാക്കുക വസുന്ധര. പോയിട്ട് വരാം. അങ്ങനെയുള്ളവരുടെ കൂടെ ജോലി ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചേ. പിന്നെന്തിനാ ചേട്ടൻ പോകുന്നത്? എങ്കിൽ ഞാനും ചേട്ടനോട് വരാം. ചേട്ടൻ തുണയായിട്ട് ഞാനും ഉണ്ടാവും. ചേട്ടാ ഇതുകൂടെ കൊണ്ടുപോ. ഏട്ടൻ്റെത് എത്ര നല്ല മനസ്സല്ലേ. മനുഷ്യരുടെ ഇടയിൽ ദുഷ്ടന്മാരുണ്ടെന്ന് അവര് തെളിയിച്ചപ്പോ
മനുഷ്യന്മാർക്കിടയിൽ ദൈവം ഉണ്ടെന്ന് ഏട്ടൻ തെളിയിച്ചിരിക്കുക ചേച്ചി. ഏട്ടനെ പോലൊരു സഹോദരനെ കിട്ടിയത് ശരിക്കും അവരുടെ ഭാഗ്യമാ ചേച്ചി. അതെ, അത് അവരുടെ ഭാഗ്യമാണ്. അങ്ങനെയുള്ളവർക്ക് ചേട്ടനായിരിക്കുന്നത് അത് ഏട്ടന്റെ ദൗർഭാഗ്യമാണ്. ചേട്ടാ അതേ സമയം വൈകുന്നു, ഒന്ന് വേഗം വാ. ഏട്ടാ നമുക്ക് ഇറങ്ങിയാലോ? അല്ല, ക്യാഷ് എവിടെ ഏട്ടാ? അതെ ഏട്ടാ, ഇന്നലെ രാത്രി ഞാൻ ഏട്ടനെ ഏൽപ്പിച്ച 50 ലക്ഷം എവിടെയെന്ന്. ആ കാശ് ഇവിടെ ഇല്ല അഖിൽ. ഇല്ലെന്ന് വെച്ചാ എല്ലാം പോയി. അയ്യോ, അതെങ്ങനെ പോയി ഏട്ടാ? അറിയില്ലടാ, ഞാൻ ലോക്ക് ചെയ്ത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ബ്യൂറോയിൽ ബ്രീഫ് കേസും ഉണ്ട്, അതിനകത്ത് കാശ് മാത്രം ഇല്ലായിരുന്നു.